ഹലോ, ഞങ്ങൾ SHG കട്ട് ഓഫ് വിഭാഗത്തിൽ ഗ്രൂപ്പ് ഇടപാട് എൻട്രി നടത്തുകയാണ്. അടുത്ത ടാബ് ഫണ്ട്, ഗ്രാന്റ്, അഡ്വാൻസ് സ്വീകരിക്കുക എന്നതാണ്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ SHGക്ക് എന്ത് ഫണ്ടുകളോ ഗ്രാന്റോ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് നൽകണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, CLF, SRLM എന്നീ 3 ഓപ്ഷനുകൾ കാണാം. നിങ്ങൾക്ക് യിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ഡൗൺ, റിവോൾവിംഗ് ഫണ്ട്, അവാർഡ് മണി, മറ്റ് ഫണ്ട്, സ്റ്റാർട്ടപ്പ് ഫണ്ട്, അഡ്വാൻസ്ഡ്, സെഫിയുടെ റിട്ടേൺ ടു എന്നിവ നോക്കുക. നിങ്ങൾക്ക് ഈ ഓപ്ഷനുകൾ ലഭിക്കും. ഞങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ലഭിച്ചു, പക്ഷേ യിൽ നിന്ന് ലഭിച്ചിട്ടില്ല, അതിനാൽ ഞങ്ങൾ വഴി പ്രവേശിക്കില്ല. SRLM വഴിയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കൽ CLF നോക്കാം. CLFനും ഡ്രോപ്പ് ഡൗണിൽ ഇതേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് CLFൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി നൽകാം. നമുക്ക് SRLM നോക്കാം. SRLMൽ നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് റിവോൾവിംഗ് ഫണ്ട് ലഭിച്ചു. നമുക്ക് റിവോൾവിംഗ് ഫണ്ടിൽ പ്രവേശിക്കാം. നിങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ലഭിച്ച തീയതി നൽകേണ്ടിവരും. രസീത്, രീതി, ക്യാഷ് തുക. ഞങ്ങൾക്ക് 15,000 രൂപ റിവോൾവിംഗ് ഫണ്ട് ലഭിച്ചു. ഞങ്ങൾ ഡാറ്റ സേവ് ചെയ്യും. ഞങ്ങളുടെ ഡാറ്റ സേവ് ചെയ്തു. നിങ്ങൾക്ക് സ്റ്റാർട്ട് അപ്പ് ഫണ്ടും ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്റ്റാർട്ട് അപ്പ് ഫണ്ട് കാണുക. നിങ്ങൾക്ക് ഫണ്ട് എവിടെ നിന്ന് ലഭിച്ചു? നിങ്ങൾക്ക് യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് യിൽ നിന്ന് നൽകുക. നിങ്ങൾക്ക് അത് CLFൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് CLFൽ നിന്ന് നൽകുക. നിങ്ങൾക്ക് അത് മറ്റ് SRLMൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SRLM തിരഞ്ഞെടുത്ത് അത് നൽകേണ്ടതുണ്ട്. അടുത്ത ടാബിലേക്ക് പോകാം. അടുത്ത ടാബ് ഗ്രൂപ്പ് പേയ്മെന്റ് ആണ്. ഗ്രൂപ്പ് പേയ്മെന്റുകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ എത്ര പേയ്മെന്റുകൾ നടത്തിയെന്ന് ടാബിൽ ഒരു എൻട്രി കാണാം. നന്ദി.